എന്താ ഇപ്പോൾ അങ്ങനെ പറയാൻ കാരണം? ഭൂലോക വൈകുണ്ഠം എന്തായി വൈകുണ്ഠമായിട്ട് വല്ല ബന്ധമുണ്ടോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എല്ലാവരും അധികാരം ആലോചിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. നമ്മളിന്ന് കാണുന്ന മൂലവിഗ്രഹം ചതുർബാഹുവായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം, അത് വൈകുണ്ഠത്തിലെ മഹാവിഷ്ണുവിനെ പൂജിക്കുന്നവരാണ്. സാക്ഷാൽ വൈകുണ്ഠത്തിലെ പൂജിച്ചിരുന്ന വിഗ്രഹം. അദ്ദേഹം അത് സൃഷ്ടിയുടെ സൃഷ്ടി ആരംഭിക്കുമ്പോൾ ബ്രഹ്മാവിനെ ചില ആശങ്കകളും എങ്ങനെ വേണം എന്താണ് ചില എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് വിഷ്ണുവിൻ്റെ തൻ്റെ അച്ഛനായ പിതാവായ വിഷ്ണു അങ്ങനെയാണല്ലോ പറയും. ബ്രഹ്മാവിൻ്റെ അച്ഛനാണ് വിഷ്ണു. അതായത് ബ്രഹ്മാവിൻ്റെ നാഭിയിൽ നിന്നാണ് അദ്ദേഹം ബ്രഹ്മാവുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് പോയിട്ട് സംശയം ചോദിച്ചു എങ്ങനെയൊക്കെയാണ് വേണ്ടത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉപദേശം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ വിഗ്രഹം കൊണ്ടുപോയിട്ട് അങ്ങനെ പൂജിച്ചോളൂ, എന്നാൽ നമ്മുടെ എല്ലാ സംശയങ്ങളും തീരുമെന്ന് പറഞ്ഞു ആ വിഗ്രഹം ബ്രഹ്മാവിന് കൊടുത്തു. ആ ബ്രഹ്മാവ് വെച്ച് പൂജിച്ച് എന്നിട്ടാണ് ഇത്ര സൃഷ്ടി ആരംഭിച്ചത്. പിന്നീട് അനവധി വർഷങ്ങൾക്ക് ശേഷം ആ ബ്രഹ്മാവ് തൻ്റെ താവഴിയിലുള്ള തന്നെ അതിഥി കശ്യപൻ അവർക്ക് കൊടുത്തു. അവർക്ക് ഇതുപോലെ നല്ലൊരു പുത്രൻ ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് അവർ ഭഗവാനെ സേവിച്ച് അങ്ങനെ. അപ്പം അതിലാണ് വാമനാവതാരം ഉണ്ടാവുന്നത്, അതിഥി കശ്യപന്മാരുടെ. പിന്നെ അത് കഴിഞ്ഞ് കൃഷ്ണി സുതപസ്സ എന്ന് പറഞ്ഞ ദമ്പതികൾ കൊടുത്തു. അവർ പൂച്ച അതിൽ കൃഷ്ണി ഗർഭൻ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അവതരിച്ചു. പിന്നെ മൂന്നാമത്തെ തലമുറ അതാണ് ദേവകി വസുദേവന്മാരെ. അവരിലാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിക്കുന്നത്. അങ്ങനെ വന്ന ദ്വാരകയിൽ വന്ന ആ വിഗ്രഹം, അത് ദ്വാരകത്തെ എന്നാണ് കലിയുഗം ആരംഭത്തിൽ ദ്വാപരയുഗത്തിൻ്റെ അവസാനം ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണ സമയത്ത് ഈ വിഗ്രഹം സമുദ്രനിരപ്പിൽ പൊങ്ങിക്കിടക്കുന്നു. അതെടുത്ത് പുണ്യമായിട്ടുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിക്കണമെന്നും പറഞ്ഞ് അദ്ദേഹം തൻ്റെ അനുയായിയായ ഈ ഉദ്ധവരെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഉദ്ധവന് അത് ഇന്ന ആൾക്കാർ പറഞ്ഞാൽ ഈ കാര്യം നടക്കുന്നു. അല്ല, അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോൾ ഈ ഗുരുവായു എന്ന് പറഞ്ഞാൽ ബൃഹസ്പതി, ദേവന്മാരുടെ ഗുരുനാഥനാണ് ബൃഹസ്പതി, അദ്ദേഹമാണ് ഗുരു. പിന്നെ വായു ഭഗവാൻ നമ്മളെ എല്ലാ സ്ഥലത്തുള്ളത്, അദ്ദേഹത്തിന് സർവ്വവ്യാപിയാണ്. അപ്പോൾ അവരോട് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു എന്ന് പറയൂ, ഇത് പുണ്യസ്ഥലത്ത്. അങ്ങനെ അവർ ആ വിഗ്രഹം ഈ സമുദ്രനിരപ്പെന്ന് എടുത്ത് അവരിവിടെ ആകാശമാർഗത്തിലൂടെ പോകുമ്പോഴാണ് പരശുരാമൻ സൃഷ്ടിച്ച് ഇവിടെ കേരളം സൃഷ്ടിച്ചിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു തടാകമായിരുന്നു എന്നാണ് പറയുന്നത്. ആ തടാകത്തിൽ നമ്മുടെ മമ്മിയൊരപ്പൻ അവിടെ തപസ് ചെയ്യുകയായിരുന്നു. 10,000 വർഷങ്ങളെ പറ്റിയാണ് പറയുന്നത്. അദ്ദേഹം ഇത് അറിഞ്ഞ് പുറത്തേക്ക് വന്ന് പറഞ്ഞു, ആ പുണ്യം നിങ്ങൾ അന്വേഷിച്ച് കിടക്കുന്ന സ്ഥലം ഇവിടെ തന്നെയാണ്, ഇവിടെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നാണ്. അതാണ് ഈ ഒരു കാര്യം. ഈ ചരിത്രം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുമെന്ന് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വം ഇറക്കിയ പഞ്ചാംഗത്തിൻ്റെ ആദ്യ പേജിൽ കൊടുക്കും. അത് വായിച്ചാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ പഞ്ചാംഗത്തിൽ ദേവസ്വത്തിന് ആധികാരികമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ അനവധി മഹാന്മാർ അവരൊക്കെ വൈകുണ്ഠത്തിലേക്ക് പോയ ആൾക്കാരാണ്. അല്ലെങ്കിൽ വൈകുണ്ഠം കണ്ടിട്ടുള്ള ആൾക്കാർ, ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ വൈകുണ്ഠം കണ്ടവരാണ്. പൂന്താനം, മേൽപ്പത്തൂര്, അവർക്കൊക്കെ വൈകുണ്ഠം കാണിച്ചു കൊടുത്തേണ്ട ഭഗവാൻ. അങ്ങനത്തെ മഹാന്മാരാണ്. അവരെ ക്രൂരമ്മ അങ്ങനെയുള്ള കുറേ മഹാന്മാരെ ഇവിടെ അവർ പാദസ്പർശം വീണിട്ടുള്ള സ്ഥലമാണ്. അവിടെയാണ് നമ്മൾ ഈ ശയനപ്രസവം വരുന്നത്. അവർ പാദസ്പർശം വന്ന് അവിടെ കിടക്കണോ, അത് വേഗം തട്ടിയാൽ നമുക്ക് വേറെ ജന്മം ചെയ്യും. അതാണ് ശയനപ്രസവത്തിൻ്റെ ഒരു ഉദ്ദേശം. അത് പല ഉദ്ദേശങ്ങളുണ്ട്, അതിലൊരെണ്ണമാണ്. പിന്നെ നിത്യസംഭവം എന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. സാധാരണ ക്ഷേത്രത്തിലെ പോലെയല്ല, എന്തെങ്കിലും നമുക്ക് പെട്ടെന്ന് അത്ഭുതങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നടക്കുക, അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാവുന്നതാണ്. അത് പണ്ട് ദേവപ്രശ്നം വെച്ചപ്പോൾ അത് പറഞ്ഞുന്നുണ്ട്. എന്തായാലും അത് ഓരോ ഇത് കഴിയുമ്പോഴും നമുക്ക് തന്നെ അത്ഭുതം ഓരോ സംഭവങ്ങൾ. അങ്ങനെ ഉണ്ടായ ഒരു അത്ഭുതമായിരുന്നു 1970 ഉണ്ടായ അഗ്നിപാതം.
അത് ഒരു ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ്. അങ്ങനെ ഇതിനു മുമ്പ് വേറെ വഴിത്തിരിവാണ് ക്ഷേത്രപ്രവേശനം. അതൊരു ചരിത്രപരമായിട്ടുള്ള സംഭവമാണ്. അതിനുശേഷം ഉണ്ടായതാണ് 70 നവംബർ ഇതിൽ. അന്ന് ഏകാദശി വിളക്ക് നടക്കുന്നത്, അതേപോലെ ഇപ്പോൾ ഏകാദശി വിളക്ക് നടക്കുന്നത്. അന്ന് ഇത്ര ഏകാദശി വിളക്കൊന്നും ഇല്ല. അതിൽ 6ാമത്തെ ദിവസം, ഏകാദശി വിളക്ക് തുടങ്ങിയിട്ട് 6ാമത്തെ ദിവസം, അതിൻ്റെ 56ാമത്തെ വർഷത്ത് നാളെയാണ് വരുന്നത്. നവംബർ 29 എന്ന് പറയുന്ന നാളെയാണ്. 28ആയി, നാളെ 29. ആ ദിവസം നാളെയാണ്. അന്ന് രാത്രി, അന്ന് മജിസ്ട്രേറ്റ് കോടതിയും താലൂക്ക് ഓഫീസും പോലീസ് കൂടി ഒരുമിച്ചായിരുന്നു അന്നത്തെ സംവിധാനം വിളക്ക് നടത്തിയിരുന്നത്. അവർ അതിഗംഭീരമായിട്ടുള്ള വിളക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 12:45 1 മണി ഞങ്ങളൊക്കെ അവിടെ ചെന്ന് കിടന്നപ്പോഴാണ് കൂട്ടമണിയടി കേട്ടത്. അപ്പോൾ അവിടുന്ന് കൂടി നോക്കുക. ഏതാണ്ട് ഈ അന്ന് ഇങ്ങനെയല്ല, ഈ വിളക്കുമാടൊക്കെ മരം കൊണ്ടായിരുന്നു. അതിന് കവറിങ് ഇല്ല. മരത്തിലുണ്ടായിരുന്ന വിളക്കുമാടത്തിൽ അനവധി വർഷങ്ങളായിട്ട് എണ്ണ കുടിച്ച് അതൊക്കെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കണം മരമായിരുന്നു. അപ്പം അതിലൊരു തിരി ഇറങ്ങിച്ചെന്ന് അതിൽ പിടിച്ചിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. കന്നിമൂലയിലാണ് തുടങ്ങിയത് എന്നാണ് അവർ കണ്ടുപിടിച്ചത്. ആ തെക്ക് മൂലയിൽ അവിടുന്ന് ഏതാണ്ട് 1.5 കത്തുമ്പോൾ ആരും കണ്ടുവരില്ല. അതിങ്ങനെ കത്തി കുറച്ച് പുക വന്നപ്പോഴാണ് പടിഞ്ഞാറേ ഭാഗത്തുനിന്നാണ് കണ്ടത്. ചിലർ പറയണു അവിടെ സിനിമ വരുമ്പോൾ കണ്ടു എന്ന് പറയുന്നത്. എന്തായാലും നാരായണപ്പള്ളിക്കൽ പോലുള്ളവരൊക്കെ അന്ന് ആദ്യം അകത്തേക്ക് കടന്ന്, അന്ന് മറ്റൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഈ കേരളത്തിൽ എല്ലാവരും രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ ഭയന്നിട്ടൊരു സന്ദർഭമായിരുന്നു. കാരണം അന്ന് നക്സലൈറ്റിൻ്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു ഇവിടെ കേരളത്തിൽ. അപ്പോൾ അതിൻ്റെ ഏതാനും കുറച്ച് ദിവസം മുമ്പാണ് കോങ്ങാട് ഒരാളുടെ തല വെട്ടി അവിടെ വെച്ചിട്ടൊരു സംഭവം. അത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം പുറത്തേക്ക് ആരും രാത്രി ഇറങ്ങില്ല. അപ്പോൾ അന്ന് സുരക്ഷിതയുടെ ഭാഗമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പറഞ്ഞു, ഗോപുരം ആരും ഒന്ന് പറഞ്ഞാൽ തുറക്കരുത്, ഇങ്ങനെ നക്സലൈറ്റിൻ്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് തുറക്കരുതെന്ന് അവർക്ക് നിർദ്ദേശം കൊടുക്കുന്നത്. അന്നൊക്കെ രാത്രി ഒരു കാവക്കാരൻ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ പോലത്തെ അധികം സംവിധാനങ്ങളൊന്നും ഒന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു കാവക്കാരൻ മാത്രമേ അമ്പലത്തിന് മുമ്പ് രാത്രി നൈറ്റ് ഡ്യൂട്ടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇയാളോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ആരും ഒന്ന് ഗോപുരം തട്ടെ 3 മണിക്ക് ഇതല്ലാണ്ട് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപ്രകാരം അയാളെ പറഞ്ഞൊരു കാര്യമില്ല. അയാൾക്കറിയില്ല പടിഞ്ഞാറ് ഭാഗത്ത് തീ പിടിച്ച കാര്യം അയാൾക്കറിയാം. അല്ലെങ്കിൽ കിഴക്കേ മുഖത്തിൽ അവിടെ നിൽക്കണം. അപ്പോൾ ഇവരെല്ലാവരും കൂടെ എന്ത് ചെയ്തു, തുറക്കില്ല എന്നുണ്ട്. ഗോപുരം തട്ടി തുറക്കില്ല എന്നപ്പോൾ മതിൽ കയറി ചാടും. പടിഞ്ഞാറ ഗോപുരത്തിൻ്റെ തൊട്ട് അന്ന് ഇങ്ങനെ ആയിരുന്നില്ല, കുറച്ച് ഒരു ഇടയുണ്ടായിരുന്നു. അതിൽ കയറി ചാടി നമ്മുടെ പണിക്കരക്കൊക്കെ കാലിൻ്റെ വിരലൊക്കെ ഒരു എന്നും അതിൻ്റെ അടയാളം കാണാം. അന്ന് ചാടി കടന്ന് അവർ ദേവു പറഞ്ഞ ഗോപുരം തുറപ്പിച്ച് ഈ മണി ക്ഷേത്രത്തിൽ നാഴികമണി കൂട്ടമണി എടുത്തു. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി എന്തോ ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെ ജനങ്ങളൊക്കെ ഗുരുവായൂർ മാത്രമല്ല, പരിസര ക്ഷേത്രങ്ങളിലുള്ള ആൾക്കാർ, അടുത്തുള്ളവർ, പള്ളികളിലുള്ള ആൾക്കാർ, എല്ലാ സഹോദരന്മാരും, അത് ഹിന്ദു മതമില്ലാതെ മതസ്ഥരെ എല്ലാവരും അവിടെ വന്നു. അവരെല്ലാവരും കൂടി ഗുരുവായൂർ ക്ഷേത്രം എല്ലാവരുടെ ക്ഷേത്രമാണ്, നമ്മുടെയൊക്കെ ക്ഷേത്രമാണെന്ന് പറഞ്ഞാൽ അവരൊക്കെ ഓടി വന്ന് പക്ഷെ മനുഷ്യപ്രയത്നം കൊണ്ട് സാധിക്കില്ല. അങ്ങനെ അവരെല്ലാവരും ഇവിടെ എത്തിയപ്പോൾ എന്താ സ്ഥിതി വെച്ചാൽ തീവ് വളരെ ആടിപ്പടഞ്ഞു. അന്ന് ഈ ചെമ്പുപലയുടെ അടിയിലുള്ള മരപ്പലക കത്തി, നമുക്ക് ചെമ്പുപലകയുടെ മുകളിൽ നോക്കിയാൽ അവിടെ തീയുള്ളതെന്ന് മനസ്സിലാവില്ല. അതിനുള്ളിൽ കത്തിയിട്ടുണ്ടാവും. അത് ഒന്നിച്ചിങ്ങനെ പൊട്ടുക, പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരിക, അങ്ങനെയായിരുന്നു. അപ്പോൾ ഒരു പാത്രം കൊണ്ടൊന്നും വെള്ളം കുടിച്ചാലൊന്നും മതിയാവില്ല. അപ്പോൾ പിന്നെ കുളത്തുനിന്ന് വേണം വെള്ളം കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ശ്രമദാനമായിട്ടന്ന് കുറേ ആൾക്കാർ മണ്ണ് വാരിയിരുന്നു. പക്ഷെ എന്തായാലും മനുഷ്യപ്രയത്നം കൊണ്ട് ആവാണ്ടായി, അത് കത്തിപ്പടർന്ന് പോവാ. അതിങ്ങനെ വന്നപ്പോൾ എന്തായി, അകത്ത് ശ്രീകോവിലേക്ക് തീ പിടിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹം തന്ത്രിപ്പാടൊക്കെ വന്നു. എന്നിട്ട് ആദ്യം അദ്ദേഹം മടിച്ചു, കാരണം വിഗ്രഹമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു തരം. പക്ഷേ ഒന്നിച്ച് കത്തിപ്പിടിച്ചാൽ നമുക്ക് ഗുരുവായൂരപ്പനെ നഷ്ടപ്പെടും, പിന്നെ എന്താ കാര്യം. അങ്ങനെ ഒരു ചിന്തയിലേക്ക് എത്തി. ഏതാണ്ട് തെടപ്പള്ളിയുടെ അവിടേക്ക് എത്തി. തെടപ്പള്ളിയുടെ അവിടെ നിന്ന് വലിയ ദൂരമില്ല ശ്രീലത്തിക്കാൻ.
അപ്പോഴാണ് അദ്ദേഹം നിവൃത്തിയില്ലാതെ അദ്ദേഹം ഗുരുവായൂരപ്പനോട് ചെന്ന് ചോദിച്ചു എന്താ ചെയ്യാം ഒരു അത്യാവശ്യ ഘട്ടമാണ്. അങ്ങനെയാണ് അവസാനം അദ്ദേഹം സമ്മതം മൂടിയത്. അങ്ങനെ ഒരു 4-5 പേര് ചെന്ന് ശ്രീരകത്തെന്ന് ആകെ പുകയാണ് അവിടെ. അവരകത്ത് കയറി ഈശാന്തിമാരും ഉണ്ടായിരുന്നു, നമ്മുടെ കേശവേട്ടനും ഉണ്ടായിരുന്നു, പടിഞ്ഞാറടയിൽ വീട്ടിക്കടി കേശവനായർ എന്ന് പറഞ്ഞ ഒരു ഭക്തണ്ടായിരുന്നു. ഇപ്പം അദ്ദേഹം അത് അടുത്ത കാലത്താണ് മരിച്ചത്. അദ്ദേഹം അവരെല്ലാവരും കൂടി ഈ വിഗ്രഹം അങ്ങ് പിടിച്ചപ്പോൾ തന്നെ കൈക്കിന് ചാടി വന്നു എന്നാണ് പറയുന്നത്. അവർ അനുഭവസ്ഥർ പറഞ്ഞു അത്ര ഭഗവാൻ അത്രയും ഇതായിട്ടായിരുന്നു നിൽക്കുന്നത്. അങ്ങനെ ആ വിഗ്രഹം കൊണ്ടുവന്ന് ആദ്യം കൂത്തമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചു. കൂത്തമ്പലത്തിൻ്റെ ഉള്ളിൽ വെച്ചപ്പോൾ ആ തീ പടർന്ന് ഏതാണ്ട് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അപ്പുറത്ത് വരെ എത്തി. ഇപ്പം വലിയ അകലില്ല കൂത്തമ്പലത്തിൽ പിടിച്ചാലോ. അപ്പം അതിലേറെ ഭയം. പിന്നെ അവിടുന്ന് കൂത്തമ്പലത്തിൽ നിന്ന് ക്ഷേത്രത്തിന് പുറത്ത് തന്ത്രിമഠത്തിൽ ഇന്നത്തെ ജയശ്രീ ലോഡ്ജൊക്കെ ഉണ്ടല്ലോ, അവിടെ തന്ത്രിമഠം എപ്പോഴും ഉണ്ടത്. അവിടെ കൊണ്ടുവച്ചു വിളക്ക് വെച്ച് അവർ അദ്ദേഹം ആവുന്നു. അപ്പം ഇവിടെ ഇങ്ങനെ ഈ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്, ഈ ക്ഷേത്രത്തിൽ ഈ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ. പക്ഷെ അതുകൊണ്ടൊന്നും ആയില്ല. ഈ കുന്നംകുളത്തൊന്നും ഫയർ എഞ്ചിൻ ഇല്ല, അത് വേറെ എവിടേക്ക് പോയി. പിന്നെ തൃശ്ശൂരിൽ നിന്നും പൊന്നാനിയിൽ നിന്നും ആലുവയിൽ നിന്നൊക്കെ വന്നു. ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ അവർ പാഞ്ഞെത്തി ഇവിടെ എത്തി അവർ പ്രവർത്തനം തുടങ്ങി. അങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് ആ തീ അണയ്ക്കാനുള്ളൊരു സംവിധാനമായിരുന്നു. അവരുടെ സംവിധാനം എങ്ങനെയാണെന്ന് വെച്ചാൽ തീ കത്തിനോടത്തല്ല വെള്ളടിക്കുക, തീ കത്താൻ പോകുന്ന ഭാഗത്താണ്. അങ്ങനെയാണ് അവർ ട്രെയിനിങ്. കത്തിനോടത്ത് കത്തി കഴിഞ്ഞു, ഇനിയിപ്പോൾ അവിടെ നോക്കിയിട്ട് കാര്യമില്ല. ഈ തീ ഇങ്ങനെ പടരാൻ പോകുന്ന സ്ഥലത്തേക്കാണ് അവിടെ നിങ്ങളാണ് അടിച്ചു വരിക. അങ്ങനെയാണ് അവരൊരു അപ്പോഴും കിഴക്ക് ഭാഗം ഒഴികെ ബാക്കി 3 ഭാഗവും അഗ്നി വിഴുങ്ങി. ഏതാണ്ടൊരു 6 മണിയായി ഒന്ന് ശമനമായിരുന്നു. പുലർച്ചെ ആകെ കത്തിയമർന്നു. അന്നത്തെ സ്ഥിതി അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊക്കെ ഏത് വ്യക്തനാണ് വളരെ എന്താ ചെയ്യാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എല്ലാം നോക്കി ഏതാണ്ട് 10 മണിയാവും, രാവിലെ 10 മണിയാകുമ്പോഴേക്കും അവിടെയൊക്കെ വൃത്തിയാക്കി. കരിയും ഇതൊക്കെ ഉണ്ടായിരുന്നു ധാരാളം. ഏതാണ്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ശുദ്ധീകരിച്ച് ഈ മൂലവിഗ്രഹം തന്ത്രിമഠത്തിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് അകത്ത് വെച്ച് അതിൻ്റെ പുണ്യാഹാദികളൊക്കെ ചെയ്ത് അങ്ങനെ പൂജാദികൾ തുടങ്ങി. അന്ന് അങ്ങനെ പോയി. ആ ഏകാദശി ഒരു ചടങ്ങിന് മാത്രമായിട്ട് നടത്തി. പിന്നെ ഇതുണ്ടായത് നവംബർ 29 രാത്രിയാണെന്ന് ഞാൻ പറഞ്ഞു. ആ ഡിസംബർ 5 ഒരു പൊതു സമ്മേളനം സത്രം ഹാളിൽ, അന്ന് സത്രഹാൾ എന്ന് പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊക്കെ കുറച്ച് പോയി. ആ പാപ്പൻകാവിൻ്റെ അടുത്തായിരുന്നു വലിയൊരു ഹാളുണ്ടായിരുന്നു. അവിടെ വെച്ച് ഒരു പൊതു സമ്മേളനം എന്ത് ചെയ്യണം, എങ്ങനെ വേണം പുനരുദ്ധാരണം, ആരൊക്കെ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അന്ന് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാവരും, അന്ന് മുഖ്യമന്ത്രി കരുണാകരൻ അവർക്ക് അതിൽ പങ്കാളികളായി. അങ്ങനെ വലിയൊരു സമിതി, ക്ഷേത്ര പുനരുദ്ധാരണ സമിതി രൂപീകരിച്ചു. അപ്പോൾ അവിടെ അവരെല്ലാവരും കൂടി തീരുമാനിച്ചു ദേവസ്വം ഫണ്ടിൽ ഒരു പൈസ പോലും എടുക്കരുത്, അല്ലാതെ കണ്ട തന്നെ ഭക്തജനങ്ങളുടെ എല്ലാവരും സഹകരണം കൊണ്ട് തന്നെ നമുക്ക് നടത്തണം. എത്ര ചിലവായാലും വിരോധില്ല, നമുക്ക് അതേപോലെ ക്ഷേത്രം മുമ്പുണ്ടായിരുന്ന അതേപോലെ തന്നെ പുനരുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്തു. അങ്ങനെ ആ ഡിസംബർ 5 ഡിസംബർ 12 ഇവിടെ ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഒരു ഓഫീസ് കൂടി. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ ഇതുപോലെ പുനരുദ്ധാരണം നടത്തിയിട്ടുള്ള പരിചയമുള്ള ഒരു കെ മേനൻ എന്നൊരു മഹാനുണ്ടായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചത്. അദ്ദേഹം ഇവിടെ വന്ന് അദ്ദേഹത്തിന് അതിൻ്റെ എല്ലാ ഇതറിയാം, അവിടെയൊക്കെ പുനരുദ്ധാരണം നടത്തിയിട്ടുള്ളൊരു പരിചയമുള്ള ആളാണ്. അദ്ദേഹം ഇവിടെ വന്ന് അങ്ങനെ അതോടൊപ്പം തന്നെ ഈ കമ്മിറ്റിയിലെ MKK നായർ, അന്നത്തെ FACTയുടെ മാനേജറായിരുന്നു അദ്ദേഹം. പിന്നെ അങ്ങനെ ഒരുപാട് MP മുട്ടെടുത്ത് ഒരു വലിയ കോൺട്രാക്ടർ ഒക്കെയാണ് അദ്ദേഹം, ഭക്തനാണ്, റെയിൽവേ കോൺട്രാക്ടറൊക്കെ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരുപാട് മഹാന്മാരിവിടെ വന്നിട്ട് അവരെല്ലാവരും കൂടി സമ്മേളിച്ച് ഇതെങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ അപ്പീലുണ്ടായി. അന്നത്തെ ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു സർവോദയ നേതാവ് K കേളപ്പൻ അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം, കേരള ഗാന്ധി എന്നാണ് പറയാം അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിന് കയ്യൊപ്പോട് കൂടിയിട്ട് എല്ലാവർക്കും അഭ്യർത്ഥനകൾ അയച്ചു.
ഇംഗ്ലീഷിലും മലയാളത്തിലും. പിന്നെ ആകാശവാണിയുടെ ഇതിൽ ആനന്ദ് തിരുമേനിയുടെ ഒരു ബീലിയുടെ 2 വരി പാട്ടുമായിട്ട് അങ്ങനെ തെച്ചി മന്ദാരം തുളസിയുള്ള പാട്ട് 2 വരി പാടി ആനന്ദ് തിരുമേനിയുടെ ഒരു പ്രസ്താവന. അത് കേട്ടോടുകൂടി എല്ലാവരും അവിടുന്ന് സംഭാവനകൾ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ എല്ലാവരും ഭക്തന്മാർ ഇവിടെ വന്നു. അവർ തൊഴിൽ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നു. അവർ ഒരുപാട് സംഭാവനകൾ അയച്ചു. ₹1 അവർക്ക് അന്നൊക്കെ 1000 എന്ന് പറഞ്ഞാൽ വളരെ ഇന്നത്തെ ലക്ഷങ്ങളുടെ വിലയാണ്. എന്നാൽ ഒരു വ്യക്തിപരമായി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത് തിരുവിതാംകൂർ രാജകുടുംബത്തിനായിരുന്നു. 20,000 അന്നത്തെ 20,000 അവർ സംഭാവന. അങ്ങനെ ഓരോരോ 26 ലക്ഷത്തിൽ അധികം സംഖ്യ അവിടെ പിരിഞ്ഞു കിട്ടും. അങ്ങനെയാണ് ഒരു തുടക്കം. 1971 മെയ് 1-ാം തീയതി ഈ ക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം നടന്നു. ബഹുമാനപ്പെട്ട കാഞ്ചി കാമകോടി പീഠം ജയേന്ദ്ര സരസ്വതി സ്വാമികളാണ് ഇതിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചത്. അന്ന് രാവിലെ പുലർച്ചെ 4:55 മുഹൂർത്തം മകര രാശിയിൽ ആ പടിഞ്ഞാറ് തെക്ക് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ അവിടെയാണ്. അവിടെ ശങ്കരാചാര്യൊരു കാണാം സ്കൂളിൽ. അത് അതിൻ്റെ സമീപത്താണ് ശിലാകർമ്മം ചെയ്തത്. അതിനുശേഷം അന്ന് വൈകുന്നേരം ഛത്രത്തിൽ വെച്ച് വലിയൊരു സാംസ്കാരിക സമ്മേളനം നടന്നു. ആ സാംസ്കാരിക സമ്മേളനത്തിൽ വളരെ മഹാന്മാരും വന്നിട്ടുണ്ട്. ഗാന്ധി ആചാര്യസ്വാമികൾ, കെ നായർ, കേളപ്പൻ, MK നായർ, പിന്നെ ഭക്തകവി കുഞ്ഞിരാമൻ നായർ, NK ശേഷൻ, അങ്ങനെ ഒരുപാട് മഹാന്മാർ അന്ന് അതിൽ പങ്കെടുത്തു. അതിനോടനുബന്ധിച്ച് പുലരും വരെ ശ്രീകൃഷ്ണൻ്റെ കഥകൾ പൂർത്തിണക്കിയും കഥകളി ഉണ്ടായിട്ടും വിളിച്ചാൽ MK നായരുടെ ഇതിലെ അങ്ങനെ അത് ഗംഭീരമായിട്ടാണ് അന്ന് തുടക്കം തന്നെ. പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് തുടങ്ങി. 1973 ഏപ്രിൽ 14-ാം തീയതി വിഷുവിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് വിളക്കുമാടം കത്തിച്ചു. പുതിയ വിളക്കുകളൊക്കെ വാങ്ങി തറച്ച് മുഴുവൻ പണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും ഒരു റൗണ്ട് നമുക്ക് 11 പേര് ഘടിപ്പിച്ചു. അതിൻ്റെ മേൽപ്പരയൊക്കെ കുറച്ച് ഭാഗം ബാക്കി പണിയുണ്ടായിരുന്നു. എന്നാൽ അന്ന് 73 അന്നത്തെ വിഷുവിൻ്റെ അന്ന് സന്ധ്യയ്ക്ക് തന്ത്രി നമ്പൂരിപ്പാട് പരമേശ്വരൻ നമ്പൂരിപ്പാടാണ് ആദ്യത്തെ വിളക്ക്, നെയ്വിളക്കായിരുന്നു. അത് പ്രകാശിപ്പിച്ചു. അങ്ങനെ ആണ്. അത് കഴിഞ്ഞ് അവരെ ഛത്രം ഹാളിൽ വെച്ചിട്ട് വലിയൊരു മീറ്റിംഗ് ഉണ്ടായി. അതിൽ ഈ ശില്പികളെയൊക്കെ ആദരിച്ചു. പിന്നെ 74 ഇതിനോടനുബന്ധിച്ചൊരു സ്മരണിക ഇറക്കി. ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. കേരളത്തിലെ സാഹിത്യകാരന്മാരെ, കവികളൊക്കെ പങ്കെടുത്തു. അങ്ങനെ ഒരു സ്മരണിക ഇറക്കി. 74 ഡിസംബർ 31-ാം തീയതി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു. ഇതാണ് ഏതാണ്ട് ഒരു ചുരുക്കം. അതിന് വേണ്ട കൃഷ്ണശില കരിങ്കല്ലുകൊണ്ടാണ്. ഇനി മേലാൽ ഒരു അഗ്നിബാധ ഇനി മേലാൽ ഉണ്ടാവരുത്, ഇങ്ങനെ ഒരു ദുരന്തം മേലിൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞ് അന്ന് ഗവൺമെൻറ് തമ്പി കമ്മീഷൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് നിയമിച്ചു. ഇതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, ഇങ്ങനെ ഒരു അഗ്നിബാധ ഉണ്ടാവാൻ കാരണം എന്ത്? അത് ദൈവീകത്തിൻ്റെ അത് വേറെ കാര്യം. നമ്മുടെ ഫിസിക്കലി എന്തുകൊണ്ടായിരിക്കാം, എന്താണ് അതിൻ്റെ കുറ്റം, കുറവെന്താണ്, അത് മേലാൽ ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം, അത് കൂടുതൽ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ തമ്പി എന്ന് പറഞ്ഞ ഒരു കമ്മീഷൻ നിയമിച്ചു. അദ്ദേഹം നഗരസഭ ഓഫീസിൽ വന്ന് അന്ന് ഇതിനുമായി ബന്ധപ്പെട്ട എല്ലാവരെയും മൊഴിയെടുത്തു. എന്നിട്ട് അദ്ദേഹം സമഗ്രമായൊരു റിപ്പോർട്ട് സർക്കാരിലേക്ക് കൊടുത്തു. അതിൽ അദ്ദേഹം ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. ഭരണ സംവിധാനത്തിലെ ഇതാണ് അന്നത്തെ ഭരണം. സാമൂതിരിപ്പാടിൻ്റെ സാമൂതിരിപ്പാട് പ്രധാന ട്രസ്റ്റിയും മല്ലിശ്ശേരി ട്രസ്റ്റിയായിട്ട് അവരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ കാര്യക്ഷമത പോരാ. അത് ഈ ദേവപ്രശ്നത്തിനും കണ്ടിരുന്നു. അന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശസ്തനായ
ദൈവികനായിട്ട് വിജ്ഞൻ ആയ കൊടുങ്ങല്ലൂർ നാണപ്പം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് അന്ന് ദേവപ്രശ്നം നടന്നത്. അപ്പോൾ അതിൽ കണ്ടത് എന്താ വെച്ചാൽ ഇത് ഭഗവാൻ ഇച്ഛയായിരുന്നു എന്നാണ്. തനിക്ക് പുനരുദ്ധാരണം നടത്തേണ്ട സമയമായി, അതിൻ്റെ ഇച്ഛയായിരുന്നു. അത് വേണ്ട പോലെ നടക്കും, നിങ്ങളാരും പരിഭ്രമിക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഈ ദേവപ്രശ്നത്തിൽ കണ്ടുപിടിക്കണം. അപ്പം അതിനുശേഷമാണ് ഈ സംഭവം. അപ്പം അതിലൊരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ശ്രദ്ധ പോരാ, കാര്യക്ഷമത പോരാ, അത് നന്നാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് 71 സർക്കാരിൻ്റെ ഇതിൽ ഒരു കേരളത്തിലെ വളരെ പ്രശസ്തരായ എല്ലാവരും ഒരു സമിതി, ക്ഷേത്ര ഭരണസമിതി രൂപീകരിച്ചു. 71 മാർച്ച് 9-ാം തീയതി ഓഡിയൻസിന്, മാർച്ച് 10-ാം തീയതി ഉത്സവം 4-ാം ദിവസം അന്നിവിടെ ഈ ഭരണസമിതി നിലവിലുണ്ട്. അതോടുകൂടി സാമൂതിരിപ്പാടും മല്ലിശ്ശേരി ഈ കമ്മിറ്റിയിലെ അംഗങ്ങളായി. സാമൂതിരിപ്പാട് ചെയർമാനും മല്ലിശ്ശേരി വൈസ് ചെയർമാനുമായിട്ട് ഒരു വലിയൊരു ഒരു കമ്മിറ്റി ഉണ്ടാക്കി. എല്ലാവരും സർവസമ്മതരായിട്ടുള്ള കേരളത്തിലെ ലീഡർമാർ പലരും ഉണ്ടായിരുന്നു. അതിൽ കിഴങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള, അങ്ങനെയുള്ള എല്ലാ ഓരോ സമുദായത്തിൻ്റെ നേതാക്കന്മാർ, വളരെ ഗംഭീരന്മാരായിട്ടുള്ള ആൾക്കാർ, കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു സമിതി രൂപീകരിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ സ്റ്റാഫിൻ്റെ ഒരു ഇതുണ്ട്, കാര്യക്ഷമത പോരാ. അപ്പോൾ അതിനു വേണ്ടി അന്നത്തെ കാവക്കാരായി പബ്ലിക് കമ്മീഷൻ ഒരു ഇതായിരുന്നു. അവർക്ക് ട്രെയിനിങ് ഒന്നുമില്ല, അവർ സാധാരണ വരുന്ന ഇതല്ല. അത് പോരാ, വിമുക്ത ഭടന്മാരെ ഇതിന് നിയമിക്കണം. അപ്പോൾ അവർക്ക് കുറച്ചുകൂടി സർവീസ് ചെയ്തിട്ടുള്ളതുണ്ടാവും, പഞ്ച്വാലിറ്റി ഉണ്ടാവും, ഉത്തരവാദിത്ത ബോധം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആദ്യത്തെ ബാച്ചിലെ ഈ 6 മാസം കാവക്കാർ എല്ലാവരും അവരുടെ വിമുക്ത ഭടന്മാരായിരുന്നു. അവർക്കാവുമ്പോൾ കുറച്ചുകൂടി കാര്യക്ഷമയോടുകൂടി അവർ നോക്കും എന്ന് പറഞ്ഞ് അങ്ങനത്തെ ഒരു ടീമായിരുന്നു വന്നത്. അതോടുകൂടി നായകൻ എന്ന് പറഞ്ഞ ഇവരെ നേതൃത്വം നായകൻ എന്ന് പറഞ്ഞൊരാളായിരുന്നു. അത് മാറ്റിയിട്ട് സെക്യൂരിറ്റി ഓഫീസർ എന്ന് പറഞ്ഞ ഒരാൾ, അങ്ങനെ അദ്ദേഹം വിമുക്തപ്പെടനാണ്. ആദ്യം ഒരു സെക്യൂരിറ്റി ഓഫീസറെ ഉണ്ടായിരുന്നു, പിന്നീട് അത് വർദ്ധിച്ചു വന്നപ്പോൾ 8-10 ഒക്കെ. അതുപോലെ സ്റ്റാഫൊക്കെ കൂടി, അത് ഇവിടുത്തെ തിരക്കിനനുസരിച്ച് പിന്നെ കാലക്രമേണ ഒന്നാണ്. ആദ്യത്തെ സംവിധാനങ്ങളായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇനി ഒക്കെ ഈ കരിങ്കല്ല് അടിത്തറ വരെ കരിങ്കല്ല് പണിയാം, പിന്നെ അതിന് മുകളിലുള്ള ഭാഗം മരം കൊണ്ട് പണിതിട്ട് അതിനെ പിച്ചള കൊണ്ട് കവർ ചെയ്യണം, തീ പിടിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല മേലിൽ. അങ്ങനെ ചില നിർദ്ദേശം വന്നു. തച്ചുശാസ്ത്ര വിദഗ്ധർ ആയിട്ടുള്ള കാടിപ്പയ്യൂർ ശങ്കരൻ കോയിൽപ്പാട്, അതുപോലെ തൃപ്പൂണിത്തുറ ഈശ്വരന്മാർ, അവരൊക്കെ ഇതിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ നേതൃത്വത്തിലാണ് ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ. അങ്ങനെയായിരുന്നു. അതിൻ്റെ ഈ കരിങ്കല്ല് എന്ന് പറഞ്ഞാൽ അവർ കൃഷ്ണശില, അതിൻ്റെ സംസ്കൃത പദമാണെങ്കിലും കറുത്ത നല്ല കട്ടിയുള്ള. അവർ ഒരുപാട് സ്ഥലത്ത് പോയി നോക്കി. അന്ന് കൊരട്ടിക്കര അവിടെ നിന്നുള്ള ക്വാറിയാണ് വന്നത്. പിന്നെ അത് മറ്റത്തുനിന്ന് കുറച്ച് കിട്ടി, അവിടെ നിന്നാണ് കൊണ്ടുവന്നത് ഈ കരിപ്പടയ്ക്ക് വേണ്ട കരിങ്കല്ലുകൾ. അതുപോലെ അകത്ത് ചില മാറ്റങ്ങൾ വരുത്തിയത്, ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി. അത് ദേവപ്രശ്നം വെച്ച് നോക്കി തച്ചുശാസ്ത്രത്തിന് വിരുദ്ധല്ലാത്ത വിധത്തിൽ ഗണപതി ക്ഷേത്രം പണ്ട് നമുക്ക് പ്രദർശനം വയ്ക്കാൻ പറ്റിയിരുന്നില്ല, പോയിട്ട് അതേപോലെ തിരിച്ചു വരണില്ല. അത് മാറ്റിയിട്ട് 4 അമ്പലം പിന്നെ വലിയമ്പലം 2ആയിട്ട് നിന്നിരുന്നു. അത് മാറ്റിയാൽ ചുമര് തട്ടിക്കളഞ്ഞ് അവിടെ തൂണുകളാക്കി ഇന്ന് നാം കാണുന്ന പോലെ അവിടെ ആ സ്ഥലം കൂടി പെരുമാറാറാക്കി. അപ്പോൾ ഗണപതി അമ്പലത്തിൽ പോയി ഇങ്ങനെ പ്രദർശനം വയ്ക്കാറാക്കി. ഗണപതി ക്ഷേത്രം പൂർണ്ണമായിട്ട് കരിങ്കല്ല് നിർമ്മിച്ചു, മേൽപ്പരടക്കം കരിങ്കല്ല് നിർമ്മിച്ചു. പിന്നെ അനന്തശയനം അവിടെ ചുമർചിത്രമായിരുന്നു പണ്ട്. അതിന് പകരം അവിടെ കരിങ്കല്ലുകൊണ്ട് തന്നെ ഒറ്റക്കല്ലിൽ അനന്തശയനം നിർമ്മിച്ചു. അത് നിർമ്മിച്ചത് ഈ വിവേകാനന്ദ പാറയുടെ ശില്പിയായ SK ആചാര്യൻ, അദ്ദേഹമാണ് ഇതിൻ്റെ നിർമ്മാണം. അതും ഗണപതി ക്ഷേത്രം നിർമ്മിച്ച അദ്ദേഹമാണ്. ബാലയ്യ മറ്റ് പണികളൊക്കെ ഈ വിളക്കുമാടത്തറ തറ വരേണ്ട നിലവിധാനത്ത് പറയേണ്ട തറകൾ, പിന്നെ മറ്റ് തൂണുകളൊക്കെ അദ്ദേഹം ഉണ്ടാക്കി. പിന്നെ അതുപോലെ അതിൻ്റെ ഇടയിൽ ചില അത്ഭുതങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. മുഴുവൻ ഇവിടെ പറയാൻ നേരമില്ല, ഒരു ദിവസം മുഴുവൻ പറയേണ്ടി വരും. അത് അപ്പോൾ അതിന് ഒരെണ്ണം ഞാൻ പേരെന്ന് പറയാം. ആ തൂണുകളെങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, അതിന് പടിഞ്ഞാറ് വശത്ത് നമ്മുടെ മേശാന്തി പുഷ്പത്തിൽ അനന്തശയനത്തിൻ്റെ 2 ഭാഗത്തും ദശാവതാരം തൂണുകൾ കണ്ടിട്ടുണ്ടാവും. സിദ്ധാർത്ഥ മൂണയിൽ നിന്ന് പോകുന്നവർ കാണും.
അപ്പം അവിടെ ഈ ശ്രീകൃഷ്ണാവതാരത്തിൻ്റെ അവിടെ വരുമ്പോൾ അവിടുത്തെ തൂണ് അവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന തൂണ് ഈ കംസവധത്തിൻ്റെ രൂപമായി കംസനെങ്ങനെ ശ്രീകൃഷ്ണ കൊണ്ടുവന്ന രൂപമായിരുന്നു അതിൽ കൊത്തി വെച്ചിരുന്നത്. ആ തൂണ് അവിടെ കൊണ്ട് വന്നിട്ട് അവിടെ ഫിറ്റ് ചെയ്തിപ്പോൾ എന്ത് ചെയ്താലും അതാണ് ഉറക്കില്ല അവിടെ. അത് കിടന്നിങ്ങനെ തിരിയാം. ഈ ശില്പികളെ ഒന്ന് പറഞ്ഞു ഇതെങ്ങനെയാണ് ഉണ്ടാകുക. അപ്പോൾ എഞ്ചിനീയർമാരൊക്കെ വന്നു. അവരെ ഫെഡറലത്തെ ചീഫ് എഞ്ചിനീയർമാർ അവരൊക്കെയാണ്. അവരൊക്കെ ഇവിടെ വന്ന് അവർ എന്താ ഇങ്ങനെ സംഭവിക്കാൻ നോക്കി. എന്നിട്ട് പരിശോധിച്ചു. അതിൻ്റെ അടിയിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്താലും അത് അവിടെ ഉറച്ചു നിൽക്കുകയാണ്. എന്താ വേണ്ടത് ശരി. അവരൊക്കെ കൂടി അവിടെ തന്നെ നിന്നിട്ട് ആ സ്ഥാനത്ത് നിന്ന്, അതായത് നമ്മുടെ വരുമാനമൊക്കെ തുടങ്ങി ആ മൂലയിൽ അവിടെ നിന്നതൊക്കെ പരിശോധിച്ച് വരും. അങ്ങനെ ഇവരെന്താണ് തല പോന്നിങ്ങനെ ആലോചിച്ചൊക്കെ അവർ പിടികിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഒരു 5-6 വയസ്സായിട്ടൊരു കുട്ടി അവിടെ വന്നിട്ട് പറഞ്ഞു ഇവിടെ വെക്കേണ്ട തൂണ് ഇതല്ല, ഇവിടെ വെക്കേണ്ട തൂണ് അവിടെ പണിപ്പരയിൽ കിടക്കുന്നുണ്ട്, അതാണെന്ന് പറഞ്ഞിട്ട് കുട്ടി ഓട്ടം കുട്ടി കണ്ടെത്തിയ അവിടെയൊക്കെ നോക്കി. എങ്ങനെ കുട്ടിക്ക് മനസ്സിലായി എന്താവില്ല ആരായ കുട്ടി എവിടെ നിന്ന് എന്താണെന്ന് പറഞ്ഞു. അവരത്ര കാര്യമാക്കിയില്ല. അവരത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ വന്ന് വടക്കേണ്ട കഴിഞ്ഞു. അപ്പം അതിലൊരാൾ പറഞ്ഞു, ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ സാറിൻ്റെ അദ്ദേഹം പറഞ്ഞു, സർവേയറായിട്ട് എന്തൊക്കെ പേരിടണം, ഇങ്ങനെ ഒരു കുട്ടി വന്ന് പറഞ്ഞിട്ട് അത് നമുക്കൊന്ന് പരിശോധിച്ചാലോ. കുട്ടിയാണ് പറഞ്ഞത്, അത് വേറെ കാര്യം. നമുക്കൊന്ന് പോയി പരിശോധിച്ചാൽ എന്താ എന്നാ പണിപ്പരെ പോകാൻ. അന്ന് ഈ കരിങ്കലിൻ്റെ തൂണുകളൊക്കെ പണിതിരുന്ന ബാലയ്യ എന്ന് പറഞ്ഞ ശക്തിയായിരുന്നു. അത് ഇന്നത്തെ ദേവസ്വം ഓഫീസിൽ നിൽക്കുന്ന അവിടെയായിരുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ഓഫീസിൽ നിൽക്കുന്ന സ്ഥലത്ത് വലിയ ഷെഡ് കെട്ടിയിട്ട് അവിടെയായിരുന്നു പണികളെന്ന് പറഞ്ഞത്. അപ്പോൾ ആ ശില്പികളോട് പോയി ചോദിച്ചു ഇങ്ങനെ ഒരു തൂണ് ഇവിടെ ഉണ്ടോ ശ്രീകൃഷ്ണൻ്റെ. അവരാരും പറഞ്ഞു ഞങ്ങളുടെ ഓർമ്മയിലില്ല, കുറേ പറമ്പ് നിറച്ച തൂണുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇവർ കുറേ കാലം തുടങ്ങിയില്ല. അതൊക്കെ അങ്ങനെ ഇവർ ഓരോ തൂണുകളും പോയി നോക്കിയപ്പോൾ ചളിയിൽ പിടിച്ച് പുഴുട്ട് കിടക്കുന്ന ഈ ഓടക്കേട് ഉദിക്കുന്ന ശേഷിയുടെ രൂപം അവിടെ കിടക്കുന്നത്. അത് വെള്ളം ഒഴിച്ച് നോക്കിയപ്പോഴാണ് ഞാൻ ഇത് നോക്കി നോക്കാൻ നോക്കി. അത് കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ വൃത്തിയായി. അതാണ് അപ്പോൾ കാണുന്നത്. ആ കംസന്റെ ആദ്യത്തെ രൂപം ഈ ഭാഗത്ത് ഇവിടെ തെക്കോട്ട് തിരിച്ചു വെച്ചിട്ടുണ്ട്. രണ്ടും പ്രാധാന്യമാണ്. അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ടായില്ല. സംഭവം ഇങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അത് കഴിയപ്പോൾ വിശദീകരിക്കില്ല, നീളാവാണ്. എന്തായാലും അങ്ങനെ അതിന് ഈ കൊല്ലത്തിക്കരയിൽ നിന്നാണ് കൊടുക്കുന്നത് 58 തൂണുകൾ അന്ന് വേണ്ടി ഇതൊക്കെ ചുറ്റും വേണ്ടി 58 തൂണുകൾ. ഈ 58 തൂണുകൾക്ക് അന്ന് ഈ ബാലയ്യ ചെക്കോട്ടക്കാരൻ ബാലയ്യാണത് നിർമ്മിച്ചത്. അതിന് അന്നത്തെ നിരക്ക് 2,74,800 രൂപ അന്ന് അതിന് വേണ്ടി. അതുപോലെ അസ്ഥിവാരം മുതൽ തറ വരെ അദ്ദേഹത്തിൻ്റെ പണിയിലായിരുന്നു. അതിന് തൂണുകൾ കഴിച്ച് ബാക്കി പണിക്ക് 3,25,000 രൂപയാണ് അന്നത്തെ ഉണ്ടായി. പിന്നെ അനന്തശയനം ഒറ്റ കല്ലിലാണ് കൊത്തിയിരിക്കുന്നത്. ആ അനന്തശയനത്തിന് മാത്രം എസ് കെ ആചാര്യം നേരത്തെ പറഞ്ഞു. വിവേകാനന്ദ റോക്ക് പണിത ആചാര്യൻ അദ്ദേഹത്തിന് 11,900 രൂപയാണ് ആ ഒറ്റ കല്ലിന് അതിന് മാത്രം അന്നത്തെ റേറ്റാണ്. പിന്നെ ഗണപതി ക്ഷേത്രം അദ്ദേഹം തന്നെ പണിത്. അതിന് 67,900 രൂപ അന്നത്തെ ഗണപതി ക്ഷേത്രം പണിതത്. പിന്നെ ഇതിന് മൊത്തം വേണ്ടിയുള്ള തേക്ക് മരം അത് സംസ്ഥാന സർക്കാർ 75% മാത്രം വാങ്ങി നമുക്ക് വിട്ടുന്നു. അങ്ങനെ എന്നെ ഗുരുവായൂർ ദേവസ്വത്തിന് വേണ്ടി വിട്ടുള്ളൂ. അന്ന് 15,000 ക്യൂബിക് അടിയാണ് തേക്ക് മരം വേണ്ടിയുള്ളത് ആകെ. പിന്നെ ഈ ചുറ്റും വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മൾ വിളക്ക് മാടത്തറയിലെ വിളക്കുകൾ അന്ന് 7,000 വിളക്കാണ്. അതിന് മുഴുവൻ 7,000 വേണ്ടി വന്നില്ല, അതിൻ്റെ താഴെയുള്ളൂ. പക്ഷേ 7,000 വിളക്കാണ് വാങ്ങിയത്. പാലക്കാടിലെ രമണി ബെൽമെറ്റൽ ഇൻഡസ്ട്രീസ് അവരാണ് സപ്ലൈ ചെയ്തത്. അന്ന് അതിന് മാത്രം 23,100 രൂപയാണ് ചിലവാക്കി. പിന്നെ പിച്ചള കൊണ്ടാണ് ഈ ഇതൊക്കെ കെട്ടിയിരിക്കണം. അതിൻ്റെ ആ വിളക്ക് മാടത്തറയുടെ ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാം തീപിടിച്ചു. ആ തീപിടിക്കാണ്ടില്ല, അത് മുഴുവൻ പിച്ചള കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് എല്ലാം. അതിനൊക്കെ കൂടിയിട്ട് പിന്നെ നമ്മൾ കടക്കണോടത്തുള്ള കട്ട്ല കവർ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ കൂടി അന്ന് പിച്ചള ഒക്കെ കൂടിയിട്ട് 5.25 ടൺ പിച്ചള വേണ്ടി വരും. അതുപോലെ അതിൻ്റെ മുകളിൽ ചെമ്പ് പലക വാങ്ങിയില്ല. ആ ചെമ്പ് പലക പറഞ്ഞാൽ 26,4 ടൺ ചെമ്പ് പലകാന്ന് വേണ്ടി. അതിന് മുമ്പ് ആ ചെമ്പ് പലക, അതിന് മുമ്പ് കത്തിപ്പോയ ചെമ്പ് പലക, ആ കത്തിക്കരിഞ്ഞ് വീണ ചെമ്പ് കല്ലുണ്ട്. അത് മുഴുവൻ അന്ന് പാർത്ഥസാരഥി ക്ഷേത്രം അവിടെ ഇടിഞ്ഞു വീണിട്ട് അതിൻ്റെ പുനരുദ്ധാരണം തുടങ്ങിയ കാലമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സംഭാവനയായിട്ട്
പാർത്ഥസാരഥി ക്ഷേത്രത്തിന് കൊടുത്തു. എന്നിട്ട് ആ ചെമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ചെമ്പ് റീമോൾഡ് ചെയ്തിട്ട് അതുകൊണ്ടാണ് പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിൽ വീണിരിക്കുന്നത്. ആ ചെമ്പാണ്. പിന്നെ പിച്ചള മൊത്തം ആകെ 26,69,000 രൂപ സംഭാവനയായി ലഭിച്ചു. അന്നത്തെ ചെലവ് 25,51,000 രൂപ ചെലവായി, മൊത്തം ചെലവ്. ബാക്കി 1,17,756 ദേവസ്വത്തിൽ അടച്ചു. ഇതാണ് ഉണ്ടായി. 74 ഒരു സോവനിയർ പൂർത്തീകരിച്ചു. 73 ഒരു സ്മരണിക. ഈ വക കാര്യങ്ങളൊക്കെ അതിൽ വിശദീകരിച്ച് കേരളത്തിലെ സാഹിത്യകാരന്മാരും അവരൊക്കെ പണിയിട്ട് ആ ഒരു സോവനിയർ പ്രസിദ്ധീകരിച്ചു. ആ സോവനിയർ ഇപ്പോൾ നോക്കി പലരും ഉണ്ടോന്നില്ല, എത്ര ആളുകളുണ്ടറിയില്ല. അതായിരുന്നു ആ സോവനിയർ. അതാണ് എൻ്റെ സോവനിയർ. അപ്പോൾ 73 തൃശ്ശൂർ ഏപ്രിൽ 14-ാം തീയതിയാണ് അന്ന് വിളക്ക് തെളിയിച്ചത്. അന്ന് മുതൽ പിന്നെ കുറച്ച് പണി കൂടി ഉണ്ടായിരുന്നു. 1974 ഡിസംബർ 31-ാം തീയതി ഇതിൻ്റെ എല്ലാ പുനരുദ്ധാരണത്തിൻ്റെ പ്രവൃത്തികളൊക്കെ കഴിഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കാതെ ഭക്തന്മാരുടെ സംഭാവന കൊണ്ട്, ഭക്തന്മാരുടെ കൂട്ടായ്മ, അവരുടെ സംഭാവന കൊണ്ട് അവർക്കൊക്കെ അവരൊക്കെ ഇതിൽ സജീവമായിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇന്ന് നാം കാണുന്ന ഈ ക്ഷേത്രം. അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ അഗ്നിവാദിയും ഇതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ കൂടി പറയാൻ പറ്റില്ല. അത് മുഴുവൻ ഇപ്പോൾ എല്ലാം വിശദീകരിച്ചാവില്ല. അതുകൊണ്ട് ഞാൻ ഏതാണ്ട് ചുരുക്കം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നുണ്ടായിരുന്ന കുറേ ആൾക്കാർ കൂടി ഉണ്ട്. നമ്മുടെ ഗുരുവായൂരം ഇതൊക്കെ കണ്ടവരും അനുഭവത്തിൻ്റെ ഇടയിലുണ്ട്. നമ്മുടെ സുഹൃത്ത് അതൊക്കെ ആ കാര്യത്തിലുള്ള ഗുരുവായൂരുന്ന ആളാണ്. ഇതൊക്കെ കണ്ടിട്ടുള്ളതിൻ്റെ സാക്ഷിയാണ്. അങ്ങനെയുള്ളവർക്ക് ഉണ്ട്. പിന്നെ പണിക്കര സേവനം എന്ന് എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് സംഘടനകൾ പലരും അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട്. അന്ന് വളരെ പണിക്കര് അന്ന് ചെയ്ത് കയ്യുമൈ മറന്ന് എന്ന് തന്നെ പറയാം. ജീവൻ പണയം വെച്ചിട്ടാണ് അദ്ദേഹം അമ്പലത്തിൻ്റെ പൊക്കള്ള മതിൽ, ആരപ്പള്ള മതിലെടുത്ത് ചാടി. അദ്ദേഹത്തിൻ്റെ കാലിനൊക്കെ പരിക്കുണ്ട്. എപ്പോഴും ആ കാലിന് കൈക്ക് കാണാതെ അങ്ങനെ അദ്ദേഹം ചെയ്തു. അത് കഴിഞ്ഞ അദ്ദേഹത്തിനെയും കൊണ്ടുപോയി അദ്ദേഹത്തോടും ഈ തമ്പി മീഷൻ വന്നിട്ട് അദ്ദേഹത്തിനെയും പോയി അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. അതുകൂടി അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളൊക്കെ ഇതിന് വളരെ ഉപകാരമായിട്ടുണ്ട്. അങ്ങനെ ഒരു അന്ന് ഇതിലെ ഏറ്റവും സജീവമായി പങ്കെടുത്ത ഒരാളാണ് നമ്മുടെ പണിക്കര്. അദ്ദേഹം നമ്മുടെ ഉൾപ്പെടുകയാണ്. ഇവിടെ എല്ലാത്തിനും വരെ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിനെ നമ്മൾ ആദരിക്കണമുണ്ട്. എന്തായാലും ഇതൊരു നിമിത്തമായി വന്നു അത്രയേ ഉള്ളൂ. നാളെയാണ് ആ ദിവസം, ക്ഷേത്രം കത്തിയ, അമ്പലം കത്തിയ ദിവസം. 70 നവംബർ 29-ാം തീയതി രാത്രി ആ ദിവസമാണ്. അപ്പോൾ അത്രയും 55 വർഷം അത്രയും കഴിഞ്ഞു. എന്തായാലും അങ്ങനത്തെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് അതിനെക്കുറിച്ചൊന്ന് ഓർമ്മിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് പൈതൃക ഭാരവാഹികളോട് നന്ദി പറയണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സ്വാമി പറഞ്ഞ തൂണ് ഇന്ന് ആ ഓടക്കുഴൽ വിളിച്ച കണ്ണനെ കാണാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ രാവിലെ മുഴുവൻ അവിടെ തിരക്കാണ്. ഈ പ്രാദേശികർ മെയിനായിട്ട് പോയിട്ട് അവിടെ മാലയിടൽ, കുമ്പിടൽ, ഒരാളിങ്ങനെ കുറച്ച് നേരം കാലിൽ ഇതായിട്ട് ഞങ്ങൾക്കൊക്കെ തൊഴാൻ ബുദ്ധിമുട്ടാണ്. അത് ഗുരുവായൂരപ്പനെക്കാട്ടിലും കൂടുതൽ ആളവിടെ. കാരണം അത് നേരിട്ട് അസസ്സാണല്ലോ. കാല് തല കൊണ്ടിട്ട്. അപ്പം ഞങ്ങൾ പറയും കുറച്ച് ഞങ്ങൾക്കൊക്കെ വെക്കണം കിട്ടോ അത് തൊഴാൻ വേണ്ടി. അത് കാണില്ല, കാണാൻ വഴിയില്ല. ഇപ്പോൾ കാലത്ത് 4 മണി തൊട്ട് അതായത് ആൾക്കാർ പോകാൻ തുടങ്ങിയ തൊട്ട് മുഴുവൻ മാലയാണ്. അതിൽ മുഴുവൻ മാലയാണ്. ഉണ്ണിക്കണ്ണനെ ഓടക്കുഴൽ പിടിച്ച് കാണാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഒന്ന് അവരെ കൊണ്ട് പറയും അത്യാവശ്യം നമുക്കൊക്കെ ഒന്ന് വയ്ക്കിട്ട് വന്നിട്ട്. അത്രയും തിരക്കുമാണ് അവിടെ. ആ സമയത്ത് രാവിലെ 4 മണി തൊട്ട് അവിടെ മുഴുവൻ തിരക്കാണ്. ആ മാല. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കും. ആ നാലമ്പലത്തിലേക്ക് കടക്കുമ്പോൾ ഇടതുവശത്തായിട്ട്
മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം രചിച്ച ഒരു സ്ഥലം. അവിടെ ഒരു ഫലകം വെച്ചിട്ട് വിളക്ക് എത്തിച്ച് വെച്ചു കണ്ടിരിക്കും. അപ്പം അദ്ദേഹം അവിടെ ഇരുന്ന് നാരായണീയം രചിക്കുമ്പോൾ ഓരോ ദശകം ലഭിക്കുമ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വന്ന് അദ്ദേഹത്തിന് നേരെ മുമ്പിൽ ഒരു വട്ടത്തൂണുണ്ട്, വളരെ ഒരു അലങ്കാരത്തൂണുണ്ട്. ആ വട്ടത്തൂണിൽ ഇങ്ങനെ വട്ടം പിടിച്ച് നിന്ന് അദ്ദേഹം തലയാട്ടുമായി പറയും. മാത്രമല്ല ഒരു സംവാദ രൂപത്തിലാണ് നാരായണനെ ശ്രദ്ധിച്ച് വായിച്ചവർക്കറിയാം. ഭഗവാനും ഭട്ടേരും കൂടിയിട്ടുള്ള ഒരു സംവാദത്തിലാണ്. ചില കാര്യത്തിലൊക്കെ അദ്ദേഹം തർക്കിക്കും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കാണാം. എന്നിട്ട് അതൊക്കെ ഈ നാരായണീയത്തിൻ്റെ രചനയിൽ കാണാം. അപ്പം അങ്ങനെ ഈ വട്ടം പിടിച്ചിങ്ങനെ നിന്നിട്ട് അദ്ദേഹത്തിന് തലയാട്ടും, അല്ലെങ്കിൽ നന്നായി പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അങ്ങനെ ചോദിക്കും. എന്നിട്ട് ഭട്ടേരിയുടെ അഭിപ്രായം അവസാനത്തെ ഇതിൽ ശ്ലോകത്തിൽ കാണാം. അങ്ങനെയൊക്കെ ഉണ്ട്. നല്ലോണം പണ്ഡിതന്മാരായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ അറിയാതെ കുറേ കാര്യങ്ങളുണ്ട്. എന്തായാലും ഈ ക്ഷേത്രം കത്തിപ്പോൾ എല്ലാ ഇതും മാറ്റി, കരിങ്കലൊക്കെ മാറ്റിയിട്ടുണ്ട്. ആ തൂണ് മാറ്റിയില്ല, അത് അവിടെ നിന്നോട്ടെ. കാരണം ഭഗവാന്റെ സ്പർശം കൊണ്ട് അത് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ വട്ടത്തൂണ് അതേപോലെ നിർത്തിയിരിക്കണം. അതാണ് അത് മാറ്റിയില്ല. അത് മാത്രമല്ല, അതേപോലെ അപ്പോൾ അന്നത്തെ ഭാരവാഹികൾക്ക് തോന്നി ഇതുപോലെ തൂണുണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഭാര്യ പറഞ്ഞു, ഞാൻ എത്ര തൂണ് വേണമെന്ന് പറഞ്ഞു. ഒരു 10 ആയിക്കോട്ടെ. 10 വരുമാനത്തിലെ മറ്റേ തരയിൽ അവിടെ ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൂടി ഒരു അത്ഭുതമാണ്. ഒരു കാര്യം കൂടി പറയണം, ഞാൻ വിട്ടുപോയതാണ് പറയാൻ. ഈ നേരത്തെ പറഞ്ഞ പോലെ 5 കൊല്ലത്തോളം എടുത്തു അതിൻ്റെ നിർമ്മാണം. ആ 5 കൊല്ലം നിർമ്മാണം, 5 കൊല്ലത്തിൽ 5 കൊല്ലവും എൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് ഈ പ്രവർത്തനത്തിൽ നിന്നാണ്. ഈ ഓഫീസിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ 5 കൊല്ലം അവിടെ ഭഗവാനെ സേവിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അതിനെ തുടർന്നാണ് ദേവസ്വത്തിലെ സർവീസായിട്ട് മാറിയത്. അങ്ങനെ ഒരു ഇതിന് ഭഗവാന്റെ ആ കാലത്ത് കാഞ്ചി ആചാര്യസ്വാമിയുടെ കെ കേളപ്പൻ, പിന്നെ കെ കരുണാകരൻ, ചെമ്പൈ വൈദ്യനാഥ ഭാഗവതര്, പിന്നെ ഇതുപോലെ MKK നായർ, അങ്ങനെ ഒരുപാട് മഹാന്മാരായിട്ട് അടുത്ത് പെരുമാറാനും അവരെ വാത്സല്യമൊക്കെ അനുഭവിക്കാനൊക്കെ ഗുരുവായൂരപ്പൻ്റെ കൃപ കൊണ്ട് സാധിച്ചു. അങ്ങനെ ഒരു അവരെ നേരിട്ട് കാണാനും അവരുമായിട്ട് അടുത്ത് ഇടപെടാനും അവർ വാത്സല്യം സാധിച്ചു. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടി ഞാൻ സൂചിപ്പിക്കാം. പിടിച്ചാൽ മതി, തൽക്കാലം പിടിച്ചാൽ മതി. ഈ 1970 നടന്ന അഗ്നിവാദിയെ പറ്റി സ്വാമി കുറേയൊക്കെ പറഞ്ഞു. ഞാൻ നിത്യദർശനൻ എന്ന നിലയ്ക്ക് എന്നും പറഞ്ഞ വലിയ അഗ്നിവാദിയെ കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണത്. മൈസൂരിട്ട് കൊണ്ട് വിളക്കിനാണ് ഗുരുവായൂർ അന്നത്തെ കാലത്ത് വിളക്കിന്ന് വെച്ച് ആദ്യപ്രധാനമായിട്ട് വിളക്ക് മൈസൂരിട്ട് കൊണ്ട് വിളക്കാണ്. അതിന് സമയം വിളക്ക് കഴിയുമ്പോൾ വളരെ വീട്ടിക്കാറുണ്ട്. അപ്പം ഞാൻ കിടന്നുകൊണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു 10 അടി വരുത്താണ് നമ്മുടെ ഷോപ്പുള്ളത്. അപ്പോൾ അവിടെയാണ്
അവിടെയാണ് രാത്രി പുസ്തകവും. കാരണം നിർമ്മാലി കുറേ കാലങ്ങളായിട്ട് പോരാട്ടതാണ്. അപ്പം അതിൻ്റെ സൗകര്യത്തിന് അത് കൂടിയ കഴിയുന്നു. അവിടെ കിടക്കുമ്പോൾ പ്രാഥമിക ആവശ്യത്തിനൊക്കെ വേണ്ടി ഓരോന്നായിരം മണിക്ക് കഴിഞ്ഞാൽ പുറത്ത് പോകാറുണ്ട്. അന്ന് ഗുരുവായൂർ സൗകര്യം ഒന്നുമില്ല. കറണ്ട് ഇല്ലാത്തൊരു കാലമായിരുന്നു അന്ന്. ലൈറ്റൊന്നും ഇല്ല ഗുരുവായൂർ. അപ്പോൾ പ്രാഥമിക ആവശ്യത്തിന് ഒന്നും ഗുരുവായൂർ പ്രദേശത്തില്ല. അപ്പോൾ റോഡ് സൈഡിലൊക്കെ ഉപയോഗിക്കാമെന്നല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ നിൽക്കുന്ന പരിപാടിന് വേണ്ടി പോയി വരുമ്പോൾ എന്തോ കീഴ്പാട്ട് നോക്കാണ്ട് ഭഗവാൻ തന്നെ മേപ്പെട്ട് നോക്കാൻ വേണ്ടി തോന്നിച്ചതായിരിക്കണം ഞാൻ വിചാരിക്കുന്നത്. മേപ്പെട്ട് നോക്കിയപ്പോഴാണ് കാണുന്നത് അതിഭയങ്കരമായിട്ടുള്ള പുക. അതിപ്പോൾ പഴയ അത്ര വലിയ പുകയാണ്. അപ്പോൾ രാവിലെക്കാർ വന്നിട്ട് ഈ അമ്പലത്തിൽ തീപ്പൊട്ടിൻ്റെ സമയം ആയിട്ടില്ല എനിക്കറിയാം. അവർ വരുമ്പോഴത്തേക്കും തീപ്പൊട്ടുകളൊക്കെ 2 മണി കഴിയും. ഏകദേശം 1:30 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വലിയൊരു പുക വരാൻ യാതൊരു കാരണവുമില്ല. ഞാൻ എന്ത് ചെയ്തു, ഉടനെ ഗോപുരത്തിന് അടുത്ത് ചെന്നു. ഗോപുരവാതിലിന് വിടവുണ്ടായിരുന്നു. ആ വിടവും കൂടി നോക്കിയപ്പോൾ ക്ഷേത്രത്തിൻ്റെ വാതിൽമാടം അഗ്നി പറഞ്ഞായിട്ട് കണ്ടു. ഉടൻ തന്നെ അത്ഭുതത്തോടു കൂടി തെക്ക് വശത്തുള്ള വാതിൽമാടത്തിൻ്റെ ഗോപുരത്തറയുടെ മുകളിൽ കയറി. ഗോപുരത്തറയുടെ മുകളിൽ കയറിയതോടുകൂടി ഗോപുരത്തറയും മറ്റേ കള്ളമതിലും കൂടി ഏകദേശം ഒരു 1.5 അടി അകലുണ്ടാവും. അതിൻ്റെ ഗേപ്പിൽ കൂടി നോക്കിയപ്പോഴാണ് അമ്പലം തീപിടിച്ചതായി പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചു. ഉടനെ നിലവിളിച്ചുകൊണ്ട് താഴത്തേക്ക് ചാടി വന്നിട്ട് നോക്കുമ്പോൾ ആരുമില്ല. തല ഉണങ്ങാണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ തൊട്ടടുത്ത് പെരുങ്ങോട്ടുള്ള ഒരു ഗോവിന്ദനായ എന്ന് പറഞ്ഞ ഒരാൾ അവിടെ തൊട്ടടുത്തൊരു കടയിൽ അവിടെ താഴ്ത്ത് കിടക്കുന്നുണ്ട്. എൻ്റെ നിലവിളി കേട്ടപ്പോൾ അവർക്ക് ഉണർന്നു. ലോഡ്ജിൽ ഉണങ്ങി കിടക്കുന്നവർ പോലും ഉണർന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ഉച്ച ശബ്ദത്തിലായിരുന്നു നിലവിളി എന്നുള്ള. എൻ്റെ നിലവിളി കേട്ട് പടിഞ്ഞാറ് അറ്റത്തു നിന്ന് വരെ ആൾക്കാർ ഓടി വന്നിരുന്നു. കൂടുതലായിട്ടൊന്നും നോക്കാൻ സമയമില്ല. ഒക്കെ ഭഗവാന്റെ ശരീരം വരെ നടക്കൂ. ഇപ്പോഴും അനുഭവമില്ല. ഉടനെ തന്നെ പള്ളമതിൽ എങ്ങനെ പിടിച്ച് കയറിയത് ഇപ്പോഴും ഞാനതിലേക്ക് എനിക്ക് മീനെ തന്നെ ഓർമ്മില്ലപ്പോൾ അങ്ങനെ പള്ളമതിൽ പിടിച്ച് കയറി നേരെ പെട്ടിക്ക് ചാടി. 10 അടി ഉയരണ്ട്. ആ സ്ഥലം ചെന്ന് ചാടിയ സ്ഥലം വാസ്തവം പറഞ്ഞാൽ ക്ഷേത്രത്തിനുള്ളിൽ എന്തെങ്കിലും തരത്തിൽ ചില്ലോ കുപ്പി ഗ്ലാസ് ഇതൊക്കെ പൊട്ടിയ കൊണ്ടുപോയി ഇടുന്ന ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ചാടിയത്. അതിൽ ചെന്ന് വിടാതിരുന്നത് ഭാഗ്യം. അത് പോകാൻ കാത്തുന്നതാണ്. ഉടനെ ചെന്നപ്പോൾ നോക്കുമ്പോൾ ഏകനായിട്ടാണ് ചിത്തമ്പലത്തിൽ ഞാൻ നിൽക്കണത്. ആ ഒരു കാഴ്ച ഒന്നും മറക്കാൻ പറ്റില്ല. അവിടെ നിന്നിട്ടാണ് അത്യുച്ചത്തിന് വീണ്ടും നിലവിളിച്ചു. 2 കോടി അതെല്ലാം കിടക്കണേ. ഞാൻ മാത്രം അവിടെ നിൽക്കുകയും ചെയ്യുക. ആ നിലവിളി കേട്ടിട്ട് നോക്കുമ്പോൾ കുറച്ച് സമയം കഴിഞ്ഞ ശേഷമാണ് കിഴക്കേ ഗോപുരം തുറന്നത്. കിഴക്കേ ഗോപുരം തുറന്നതോടുകൂടി ധാരാളം ആൾക്കാർ ഓടി വരാൻ തുടങ്ങി. അപ്പോൾ കിണറ്റിങ്കര വെള്ളം ഇഷ്ടംമാര് കുളത്തിലുണ്ട്, കിണറ്റിലുണ്ട്. പറയേണ്ട കാര്യം ഉപയോഗപ്പെടുത്താൻ സാധിക്കണ്ടേ? വെള്ളം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം ഉപയോഗപ്പെടുത്താൻ കരണ്ട് വേണം, മോട്ടർ വേണം, ഒക്കെ വേണം. ഒന്നും അവിടെ ഇല്ല. വിവേകത്തിൽ 3-4 വലിയ ചെമ്പുകളും ചരക്കും മാത്രമാണ് അവിടെ ആകെ ഉള്ളത്. ഇതുണ്ടായിട്ട് എന്താ രീതിയിൽ വെള്ളം അവിടെ ഉണ്ട് പറഞ്ഞാൽ ഒഴിക്കാൻ പറ്റില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ആദ്യം അവിടെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ ഒരു മൂടി കിടന്നുണ്ട്. ഇഡ്ഡലി പാത്രം പിന്നെ പറയാം. ആ മൂടി കൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് വെള്ളം എടുത്തത്. പറയാനുള്ളത്. അപ്പോഴേക്കും പടിഞ്ഞാറ് ഗോപുരം തുറന്നു. കിഴക്ക് ഗോപുരം പടിഞ്ഞാറ് ഗോപുരം തുറന്നതോടുകൂടി ഞാൻ കടയിലുള്ള ചില അലുമിനിയം പാത്രം ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തി. ഇതൊക്കെ വെള്ളമൊഴിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഏകദേശം ഒരു ചെറിയ തെങ്ങിൻ്റെ ഉയരത്തിലായി തെയ്യ് പടർന്ന് കത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ എന്ത് ചെയ്തിട്ട് എന്താ കാര്യമുണ്ട് വരും. അങ്ങനെ വേഗം ചിലപ്പോൾ പുറത്തേക്ക് ഓടി വന്നിട്ട് അന്ന് ഈ വഴപ്പരയുടെയൊക്കെ മുൻഭാഗമൊക്കെ മണ്ണാണ്. അവിടുന്ന് മണ്ണ് തോർത്തുകൊണ്ടിൽ മണ്ണ് വാരി നിറച്ച് ഓടി വരിക. ഈ വെള്ളത്തിന് മുക്കുക വരിക. അടിക്കാൻ പറ്റില്ല. ചൂടിൻ്റെ ശക്തികൊണ്ട് മറ്റേ വാദ്യമാടത്തിന് അടുത്തേക്കൊന്നും അടിക്കാൻ പറ്റില്ല. നിന്ന് ദൂരേന്ന് എടുത്ത് ഓടുക. അങ്ങനെയായിട്ട് അതൊന്നും ഇതിന് പരിഹാരമില്ല. ദക്ഷിണഭാഗവും പശ്ചിമഭാഗവും പൂർവ്വഭാഗമൊക്കെ കത്തി നശിച്ചു എന്നുള്ളതാണ്. അപ്പോഴാണ് ഏകദേശം മനസ്സിലായത് ശ്രീകോവിലിന് തീപിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഏകദേശം ഒരഭിപ്രായം തന്നെയാണ് ശ്രീകോവിൽ അമ്പലത്തിൻ്റെ ശ്രീകോവിലിന് തീപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും തന്ത്രി പേരൊക്കെ വന്ന് ചർച്ചകളൊക്കെ നടത്തിയിട്ട് അങ്ങനെ ഞാനും ഒരു 3-4 ആൾക്കാർ കൂടി ഓടിപ്പോയിട്ട് ഓടെ ഹോട്ടലിലാണ് ഈ ഫോണിൻ്റെ സൗകര്യമുണ്ട്.
അവിടെ വെച്ചിട്ട് വേഗം ഫോൺ വിളിച്ചപ്പോൾ തൃശ്ശൂരാണ് അടുത്തുള്ളത്. അപ്പോൾ തൃശ്ശൂർക്ക് വിളിച്ചപ്പോൾ ഇവിടെയുള്ള പതിനഞ്ചിനൊക്കെ ചാലക്കുടിയിലെ ഒരു ഫാക്ടറിക്ക് തീപിടിച്ച് 15 അങ്ങോട്ട് പോയിരിക്കുകയാണ്. ഒരു മാർക്കില്ല പറഞ്ഞത്. പിന്നെ നോക്കുമ്പോൾ പലയിടത്തും വിളിച്ചിട്ടാണ് ഒടുക്കം പൊന്നാനിക്ക് വിളിച്ചു. പൊന്നാനിയിലാണ് ആദ്യത്തെ 15. അനന്തൻ പറഞ്ഞ ആളാണ് അതിൻ്റെ കാര്യമായിട്ടുണ്ടായിരുന്നത്. അനന്തനെ പറഞ്ഞത്. പിന്നീട് പാലക്കാടും അവസാനം ഗ്യാസായിട്ട് എറണാകുളത്തുമാണ് 15 പറഞ്ഞത്. ഇവിടുന്ന് 15 വന്ന് പൊന്നാനിയിൽ കുറച്ച് നേരം അടിച്ചപ്പോഴേക്കും എന്തായി ഈ വെള്ളം വീണ്ടും ബുദ്ധിമുട്ട്. ഓസ് വെള്ളത്തിലേക്ക് മറ്റേ കുളത്തിലേക്ക് എത്താണ്ടി തന്നെ ഇവനെങ്ങനെ വെള്ളം എടുക്കാൻ പറ്റിയ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അപ്പോഴേക്കും പിന്നെ പാലക്കാടിൻ്റെ 15 വന്നു. അത് വന്ന ശേഷമാണ് പിന്നീട് കുറെ സമാധാനത്തിൽ ഉണ്ടായത്. അങ്ങനെ ഒരുപാട് ഞാൻ ആ 15 ചാടിയോടുകൂടി എൻ്റെ കാലിൻ്റെ തളവരിൽ ഒടിഞ്ഞിട്ട് 6 മാസം ചികിത്സയിലായിരുന്നു. പിന്നെ തീരെ പറ്റാണ്ടപ്പോൾ ഞാൻ വലിയ മണി അടിച്ചുകൊണ്ട് അവിടെ ഇരിക്കുക. അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്നും മറക്കാൻ പറ്റാത്ത ഒരു വഴി ഇതിനെ പറ്റി പറയാം. തുടക്കം മുതൽക്ക് അവസാനം വരയ്ക്കുള്ള ഒരു കമ്മീഷണറിനെ വിളിച്ച് ചോദിച്ചു എങ്ങനെ ഇഡ്ഡലി പാത്രം ചിലവരൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇഡ്ഡലി പാത്രം പറഞ്ഞത് അപ്പോൾ ഒരു ഭാര്യ പറഞ്ഞു അദ്ദേഹം പറഞ്ഞ് ശരിയാണ്. ആ ഇഡ്ഡലി പാത്രത്തിലാണ് ഇയാളെ ചുടുന്നതെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരുടെ സംശയങ്ങൾ തീർന്നു. പറയാണെങ്കിൽ ഒരുപാട് പറയാൻ അതിനുള്ള സമയം ഇവിടെ ഇല്ലാത്ത വേണം തീർന്നു.